ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നാട്ടിൽ ഇപ്പൊ കിടന്ന് ഉറങ്ങിപ്പോകുമെന്ന് വിചാരിക്കുന്ന ഇടത്തുനിന്ന് പിള്ളേർ എണീറ്റ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നു, ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ മേൽക്കൂരയിൽ വരെ കയറാൻ മാത്രമുള്ള എനർജി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കറക്റ്റ് ഉറങ്ങാം എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ പിള്ളേർ ഇത് ഇങ്ങനെ ആയി മാറുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിനെ മാറ്റിയിട്ട് പിള്ളേരെ ഉറക്കാൻ പറ്റുന്നത്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കുട്ടികൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത്. ഉറങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും തന്നെ ഇത്ര എനർജി എവിടെ നല്ലതിൽ വരുന്നത് എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ശരിക്കും ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് ഫോഴ്സസ് ആണ്. ഈ രണ്ട് ഫോഴ്സസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ചെറിയൊരു യുദ്ധത്തിനെയാണ് ഈ ഫോർബിഡൻ സോൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഫോഴ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലീപ്പ് പ്രഷർ ആണ്. അത് രാവിലെ നമ്മൾ എണീക്കുന്ന സമയം മുതൽ ഒരു സ്ലീപ്പ് പ്രഷർ ഇങ്ങനെ ബോഡിയിൽ ബിൽഡ് ചെയ്യും. ഈവനിങ് ആകുമ്പോഴേക്കും അത് അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തും. അതിനെയാണ് ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫോഴ്സ് ആണ് ഈ സർക്കേഡിയൻ സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആണ്. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ ക്ലോക്ക് എന്നോ ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് നമ്മുടെ ബോഡീനെ കംപ്ലീറ്റ്ലി അലേർട്ട് ആക്കി വെക്കുവാണ്. രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ആളെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു പരിപാടിയാണ് ശരിക്കും ഈ സർക്കേഡിയൻ റിതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും കളിച്ച് തളർന്ന് ഇരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അവരുടെ സ്ലീപ്പ് പ്രഷർ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹൈ ലെവലിൽ ഇരിക്കുന്ന കുട്ടീനെ അലേർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പരിപാടിയാണ് ഈ ഇന്റേണൽ ക്ലോക്ക് ചെയ്യുന്നത്. എന്താണ് ഇന്റേണൽ ക്ലോക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഉറങ്ങാൻ ഒരു 2 മണിക്കൂർ വിൻഡോ ടൈം, അതായത് 8 മണിക്ക് ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഉറക്കം വന്നു തുടങ്ങുന്ന സമയത്ത് ബോഡിയിൽ അവരൊരു ഹൈ അലേർട്ട് സിഗ്നൽ കൊടുക്കും. അത് ഇന്റേണൽ ക്ലോക്ക് ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് വേക്കപ്പ് എന്നുള്ള ഒരു അതാണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് കുട്ടി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നത്. ഈ ഒരു പ്രക്രിയനെയാണ് ഫോർബിഡൻ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്രക്രിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് കുട്ടി ആക്റ്റീവായി കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ബയോളജിക്കൽ റിയാക്ഷൻ ആണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടീനെ ഉറക്കാൻ കൊണ്ടേ കിടത്തിയിട്ടോ അല്ലെങ്കിൽ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം വെച്ച് വാതിലടച്ചു പോന്നിട്ടോ ലൈറ്റ് ഓഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യമില്ല. ഈ സമയത്ത് അവർ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹൈലി വേക്കപ്പ് ആവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് കുറച്ച് സമയം അവർക്ക് കളിക്കുക. അവരുടെ ബോഡിയിൽ ഹൈ എനർജി ആയിരിക്കും. കാണാൻ നമുക്ക് തന്നെ മനസ്സിലാകും. ആ സമയത്ത് അവർ ഒരു കാര്യമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുമായിരിക്കും. അതായത് ഈ ഒരു സമയത്ത് ഉറക്കത്തിന്റെ പ്രഷർ ഉള്ളിൽ ഭയങ്കര കൂടുതലായിരിക്കും. നന്നായിട്ട് ഉറങ്ങണമെന്ന് കുട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ബ്രെയിൻ ആണെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് വേക്കാക്കി വെച്ചിരിക്കുകയാണ് കുട്ടിയുടെ ബോഡി. ആ സമയത്ത് ഒരു യുദ്ധമാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ കുട്ടീനെ കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാശിയും വഴക്കും അടിയും കരച്ചിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയത്താണ് നമ്മൾ എന്നും എല്ലാ ദിവസവും രാത്രിയിൽ കഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവും ഇതെന്താണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ ഫോർബിഡൻ സോൺ ഏതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. 8 മണിക്ക് കിടന്നുറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ 6 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ 8 മണിക്കായിരിക്കും. ഇങ്ങനെ ഒരു ഹൈലി എനർജറ്റിക് ആയിരിക്കുന്ന സമയത്ത് കുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ആ സമയത്ത് അവരെ പോയി പിടിച്ച് ഉറക്കാൻ നോക്കാതെ അവരുടെ കൂടെ കുറച്ച് കളികളിൽ ഏർപ്പെടാൻ നോക്കുക. ഈ കളികളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഹൈപ്പർ എനർജറ്റിക് ആയിട്ടുണ്ടാവുന്ന അവസ്ഥ ബേൺ ഔട്ട് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടില്ല, പകരം അയാനോട് ഒരു കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറയും. അതുപോലെ തന്നെ ചാടാൻ പറയും. പിന്നെ നമ്മൾ റിങ്സ് ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കാൻ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മളുമായിട്ടൊരു കണക്ഷൻ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഉണ്ടായിട്ടുള്ള ആ പ്രഷർ ഉണ്ടല്ലോ അതിങ്ങനെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ റിലീസ് ആവാൻ തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് അവരെ മെല്ലെ ഒന്ന് ഒരു ചെറിയൊരു ബാത്തും കൊടുത്തിട്ട് ബെഡിൽ കൊണ്ടുപോയിട്ട് ഒരു കഥയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊതുവെ സെറ്റിലായിട്ട് വരുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 3ാമത്തെ കാര്യമാണ്, നമ്മൾ കുട്ടീനെ ഓവർ ടയേർഡ് ആക്കാൻ ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കരുത്. കുട്ടികൾ കളിക്കുന്ന ഹൈപ്പറാണ്, ആക്റ്റീവാണ് നമുക്കറിയാം. പക്ഷെ അതൊരു ചെറിയൊരു ടൈം വിൻഡോയിൽ ഒരു 10 to 20 മിനിറ്റിനുള്ളിൽ തന്നെ ആ കളികളെല്ലാം അവസാനിപ്പിക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ കുട്ടി ടയേർഡ് ആകും. കാരണം ഉറക്കത്തിന്റെ ആ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടണമെങ്കിൽ ഫോർബിഡൻ സോൺ അവസാനിക്കണം. അപ്പൊ ഫോർബിഡൻ സോൺ ഏകദേശം ഫിനിഷ് ആവുകയും
സ്ലീപ്പ് ഗേറ്റ് തുറക്കുകയും ചെയ്യണമെങ്കിൽ അവിടെ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുട്ടികൾ ഓവർ ടയേർഡ് ആയിരിക്കരുത്. ഓവർ ടയേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രഷർ കൂടും, അതായത് സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് വീണ്ടും കുട്ടീനെ ഉറക്കം കുറയ്ക്കാനും പ്രഷറിലേക്ക് പോകാനും ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടെ വാശിയും കരച്ചിലും ഒക്കെ എൻഡപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ടൈം നമ്മുടെ കയ്യിൽ കൺട്രോളിലായിരിക്കണം. അപ്പോൾ കുട്ടികൾ ഏകദേശം ഒന്ന് ടയേർഡ് ആവുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി മെല്ലെ അവസാനിപ്പിച്ച് അതിനെ ഒരു പാട്ടൊക്കെ വെച്ച് ഒരു ലുല്ലാബൈ സോങ് ഒക്കെ വെച്ച് കൊടുത്ത് മെല്ലെ പാറ്റ് ചെയ്ത് കുട്ടികളെ ബെഡിലേക്ക് കൊണ്ടുപോകുന്നത്, അതും മറ്റൊരു രീതിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ആ ഒരു സമയത്ത് ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നടക്കാറുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാറുള്ളത് എന്നൊന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ. ഞാൻ പൊതുവെ എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ കമന്റ് ബോക്സ് ഭയങ്കര എംറ്റി ആണ്, ആരും കമന്റ് ചെയ്യുന്നില്ല, ലൈക്ക് ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ എന്തെങ്കിലും എൻ്റെ പറയുന്ന രീതി മാറ്റാനുണ്ടോ, അപ്പം ഇങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എപ്പോഴും ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യത്തിലാണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ അതുപോലെ തന്നെ എടുക്കും, കുഴപ്പമില്ല. എനിക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽപ്ഫുൾ ആണ് കണ്ടന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.